നമസ്കാരം. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ, ഉണ്ണി മുകുന്ദൻ ഉണ്ണി മുകുന്ദന് എങ്ങനെയാണ് സിനിമകൾ നഷ്ടമായത്? എന്താണ് ഉണ്ണി മുകുന്ദൻ്റെ കരിയറിൽ സംഭവിച്ചത്? എന്തുകൊണ്ടാണ് ഉണ്ണി മുകുന്ദൻ മാർക്കോ എന്ന സിനിമ ഇനി അഭിനയിക്കില്ല എന്ന് പറഞ്ഞത്? അതിൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിവിടെ പറയുന്നത്. ഓക്കെ. ഫസ്റ്റ്ലി എന്താണെന്ന് വെച്ചാൽ, ഉണ്ണി മുകുന്ദൻ മാർക്കോയ്ക്ക് ശേഷം എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം പറയുകയാണെങ്കിൽ, ആൾ പെട്ടെന്ന് ആളുടെ സിനിമയിൽ വാങ്ങിക്കുന്ന പ്രതിഫലം ഡബിളാക്കി കൂട്ടി. അത് ഒന്നാമത്തെ ഒരു ഘടകമാണ്. 50 ലക്ഷം 80 ലക്ഷം വാങ്ങിക്കുന്ന ആക്ടർ ഒറ്റയടിക്ക് 10 കോടി 8 കോടിയൊക്കെയാണ് റേറ്റ് പറഞ്ഞത്. അങ്ങനെ വന്നപ്പോൾ ഉണ്ണി മുകുന്ദന് വേണ്ടി കമ്മിറ്റ് ചെയ്തിരുന്ന ഡയറക്ടേഴ്സും പ്രൊഡ്യൂസറുകളെല്ലാം അത് ഒഴിവാക്കി. കാരണം അവരുടെ സിനിമയ്ക്ക് അത്രയും ബഡ്ജറ്റ് ഉണ്ടാവുകയില്ല. കാരണം ഈ മാർക്കോ എന്ന സിനിമയ്ക്ക് പോലും ഇത്രയധികം തുക ഷെരീഫ് മുഹമ്മദ് കൊടുത്തിട്ടുണ്ടോ, ദ പ്രൊഡ്യൂസർ കൊടുത്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി മാർക്കോ 2 എന്തുകൊണ്ട് വരുന്നില്ല എന്ന് വെച്ചാൽ, അത് എനിക്ക് കിട്ടിയ ന്യൂസിൽ എന്താണെന്ന് വെച്ചാൽ, ഇവർ ഉടക്കി പിരിഞ്ഞതാണ് സംഭവം. അല്ലാണ്ടൊന്നുമല്ല. ഷെരീഫ് മുഹമ്മദുമായും ഉണ്ണി മുകുന്ദനുമായും അവർ തമ്മിൽ ഉടക്കിയതാണ്. ആ സിനിമ ഇറങ്ങിയ സമയത്ത് അതിൻ്റെ ക്ലൈമാക്സ് സീൻ നിങ്ങൾ കാണണം എന്ന് പറഞ്ഞ് തിയേറ്ററിൽ കാണികളെ ഇരുത്തി കാണിപ്പിച്ച ആളാണ് ഉണ്ണി മുകുന്ദൻ. പിന്നെ അതിന് ശേഷം അതിൻ്റെ 2ാം ഭാഗം 4ാം ഭാഗം വരെ വരുമെന്ന് പറഞ്ഞിട്ട് ശേഷം പിന്നെ എന്താണ് പെട്ടെന്ന് ഇങ്ങനെ ചേഞ്ച് വന്നത് എന്താണെന്ന് വെച്ചാൽ, അത് സിനിമയുടെ ഈ പ്രതിഫലം കൂട്ടിയത് കൊണ്ടായിരിക്കാം. ഓഫ് കോഴ്സ് നമ്മൾ ഇപ്പോൾ ഏതൊരു വ്യക്തിയായാലും ഒരു വിജയം വന്നു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ടുള്ള സിനിമയിൽ പിന്നീട് അങ്ങോട്ട് പ്രതിഫലം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് കൂട്ടി ചോദിക്കുമല്ലോ. അത് അറിയാനുള്ള ആവശ്യമുണ്ട്. പക്ഷേ അത് വേണ്ട തീരുമാനിക്കേണ്ടത് സിനിമയുടെ ഡയറക്ടർ പ്രൊഡ്യൂസേഴ്സാണ്. അപ്പോൾ ഞാൻ കേട്ടതിൽ വെച്ച് ഉണ്ണി മുകുന്ദന് ഇപ്പോൾ ഒരു സിനിമയും ഇല്ല എന്നുള്ളതാണ്. ഗന്ധർവ ജൂനിയർ ആയാലും ഇപ്പോൾ ലേറ്റസ്റ്റ് ഇറങ്ങാവുന്ന സിനിമ ഇറങ്ങിയതിന് ശേഷം അത് നിർത്തലാക്കിയെന്നാണ് കേട്ടത്. അതുമാത്രമല്ല, ആനന്ദഭദ്രം സിനിമയുടെ 2nd പാർട്ട് ചെയ്യാൻ വേണ്ടി അഡ്വാൻസ് വാങ്ങിച്ച് ഫസ്റ്റ് ഡേ ആക്ടിങ് ചെയ്ത് 2ാമത്തെ ദിവസം തൊട്ട് പെട്ടെന്ന് സിനിമ നിർത്തി. അഡ്വാൻസ് പൈസ തിരിച്ചു കൊടുത്ത ആൾ സിനിമയിൽ നിന്ന് ക്ലോസ് ചെയ്യുകയാണ് ഉണ്ടായത്. മാറിയെന്നാണ് ഞാൻ കേട്ടത്. എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ വ്യക്തമായൊരു ഐഡിയ ഇല്ല. ഇത് വാസ്തവമാണെന്ന് ചോദിച്ചാൽ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നാണ് ആളുകൾ പറയുന്നത്. അല്ലാണ്ട് വെറുതെ ഇങ്ങനെ പറയുകയില്ലല്ലോ. പബ്ലിസിറ്റിക്കായാലും ഇങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ചിട്ട് ഇങ്ങനെ ഒരുപാട് അത് അതിലുണ്ടായിരിക്കാം. ഞാൻ ആരെയും സപ്പോർട്ട് ചെയ്ത് പറയണതല്ല ഇവിടെ. പക്ഷെ ഞാൻ ഉണ്ണി മുകുന്ദൻ ഫാനാണ്. എനിക്ക് ഉണ്ണി മുകുന്ദൻ്റെ അഭിനയം വളരെ ഇഷ്ടമാണ്. ഞാൻ ഉണ്ണി മുകുന്ദനെ കണ്ടിട്ടുമുണ്ട്, സംസാരിച്ചിട്ടുമുണ്ട്. അപ്പോൾ അത് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഉണ്ണി മുകുന്ദനെ ഞാൻ ഫേസ്ബുക്കിൽ ചാറ്റ് ചെയ്തിട്ടുണ്ട്. ഉണ്ണി മുകുന്ദൻ സിനിമയ്ക്ക് വരുന്ന ടൈമിൽ ഞാൻ ഉണ്ണി മുകുന്ദൻ്റെ ഫേസ്ബുക്ക് ഫ്രണ്ടായിരുന്നു. ആള് ഭയങ്കര ഹാർഡ് വർക്കറാണ്. മാത്രമല്ല ഭയങ്കര ഹോണസ്റ്റ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. പിന്നെ ആർക്കും വിട്ടു കൊടുക്കില്ല ആൾക്ക് ആളുടേതായ ഒരു വിഷനുണ്ട്, ഒരു വഴിയുണ്ട്. അത് ആൾ പോവുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ആളുകൾക്ക് ആളോട് ഇത്രയധികം ദേഷ്യവും ഒരു മാറ്റി നിർത്തലും ഉണ്ടാകാനുള്ള കാരണം ആ ഒരു ക്യാരക്ടർ കൊണ്ട് തന്നെയാണ്. ആ ക്യാരക്ടർ സത്യം പറഞ്ഞാൽ വളരെ നല്ലൊരു ക്യാരക്ടറാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ജീവിതം നമ്മൾ അഭിനയിക്കുകയല്ല ചെയ്യേണ്ടത്. ജീവിതം നമ്മുടെ മനസ്സ് ക്ലിയർ ആയിരിക്കണം. നമ്മൾ
മുഖത്ത് വെറുതെ ഒരു ചിരിച്ച് ഇങ്ങനെ അഭിനയിച്ച് ജീവിക്കുക എന്നതുകൊണ്ട് ഞാൻ എതിർപ്പുള്ള ആളാണ്. പൊതുവേ ഇവിടെ നടക്കുന്നതെല്ലാം ഒരു അഭിനയമാണ്. ജീവിതം ഒരു അഭിനയമല്ല. ജീവിതം സ്നേഹമാണ്. നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന സ്നേഹമാണ് നമ്മുടെ ജീവിതം. നമ്മൾ പുറത്ത് അഭിനയിച്ച് കാണിച്ചിട്ട് മനസ്സിനുള്ളിൽ നമ്മൾ വെറുപ്പ് സൂക്ഷിച്ച് നടന്നു കഴിഞ്ഞാൽ അതിനൊന്നും അധികകാലം അങ്ങനത്തെ സ്നേഹമൊന്നും അധികകാലം നിലനിൽക്കില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നമ്മളെങ്ങനെയോ അത് എങ്ങനെയോ അങ്ങനെയായി തന്നെ ഇരിക്കുക. പിന്നെ ഇവിടെ ഇതുമായി കൊണ്ടുപോകുന്നതല്ല. പക്ഷേ ഞാൻ ഒരു ക്യാരക്ടറെ കുറിച്ച് പറഞ്ഞപ്പോൾ കുറച്ച് വാചാലമായി പോയതാണ്. ഉണ്ണിമൂന്നിൻ്റെ ഫേസ്ബുക്കിൽ തന്നെ പറയുന്നുണ്ട് സ്റ്റബോൺ ഹാർട്ട് എന്ന് പറയുന്നത്. ഈ സ്റ്റബോൺ ഹാർട്ട് എന്ന് വെച്ചാൽ വിട്ടുകൊടുക്കാത്ത ഹാർട്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അത് അങ്ങനെയുള്ള ആളുകൾ വിജയിക്കുക തന്നെ ചെയ്യും. കാരണം ഈ ഉണ്ണിമൂന്തൻ കണ്ടുവച്ചിട്ടുണ്ട്. ആൾക്കൊരു സമയം വരും. ഈ മാളികപ്പുറമായാലും ഈ രണ്ടാമതിറങ്ങിയ മേപ്പടിയാനായാലും ഈ 2 സിനിമകൾ വൻ വിജയത്തിന് ശേഷമാണ് മാർക്ക് വന്നത്. അതും ഹിറ്റായി. പിന്നെ അങ്ങോട്ട് സിനിമകൾ വരാതായി. അത് ഒന്നുമല്ല, ഈ ഒരു തീ കത്തുമ്പോൾ ഒരു സ്റ്റാർട്ടിങ് കുറച്ച് ഒരു ഡിലേ വരും, അത്രയേ ഉള്ളൂ. ഇതൊന്നും ആളുടെ സമയം വരുമ്പോൾ ആൾ കത്തും, അത് ഉറപ്പാണ്. അതിന് നമ്മൾ വെയിറ്റ് ചെയ്യുക. എനിക്ക് ആളെ അറിയാം, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമുക്ക് പരാജയം ഉണ്ടാകുമ്പോൾ ആ പരാജയത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ വിജയങ്ങളിലേക്കുള്ള നമുക്കൊരു മോട്ടിവേഷനാണ് ഈ പരാജയം എന്ന് പറയുന്നത്. ഒരു ബൂസ്റ്റാണ് പരാജയം. അല്ലാണ്ട് എപ്പോഴും വിജയിക്കുന്ന ഒരാൾക്ക് വിജയം എന്താണെന്ന് വെച്ചാൽ വിജയം അയാൾക്ക് ഒരു വിജയമായിരിക്കില്ല. പരാജയമുണ്ടെങ്കിൽ അവിടെ വിജയമുണ്ടാകും. മനസ്സിലായോ? അപ്പോൾ ഇത് ഞാൻ വെയിറ്റ് ചെയ്യുകയാണ്. ഞാൻ ഉണ്ണിമൂന്തൻ്റെ ഒരു കടുത്ത ആരാധകനാണ്. ഇനി അടുത്ത സിനിമ ഉണ്ണിമൂന്തൻ വരും. ഉണ്ണിമൂന്തൻ തന്നെ ഡയറക്ടർ ചെയ്ത് പ്രൊഡ്യൂസ് ചെയ്ത് ഒരു സിനിമ വരും എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് തന്നെയാണ് ഉണ്ണിമൂന്തൻ മാർക്കോ 2 അഭിനയിക്കുന്നില്ല, ബട്ട് അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള സിനിമയിൽ വരുമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ്. അതിനേക്കാളും ഒരു ബെറ്റർ ആയിട്ടുള്ള സിനിമ ആൾ ഇറക്കും. ആൾക്ക് അതിനുള്ള കഴിവുമുണ്ട്, അതിനുള്ള തൻ്റെ ഇടമുണ്ട്, അറിവുമുണ്ട്, എല്ലാം ഉണ്ട്. പിന്നെ ആൾ ഈ ഒരു സിനിമ ഒരാളുടെ കീഴിലോ അല്ലെങ്കിൽ ഒരാൾ പറയുന്നത് പോലെയോ അങ്ങനെ അഭിനയിക്കുന്ന ഒരാളല്ല. ആളുടെ മനസ്സിലൊരു സ്റ്റെബിലിറ്റി ഉണ്ട്. ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യൂ എന്നുള്ളൊരു മനസ്സിനുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെയുള്ളവർക്ക് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും അവസാനം അവർ വിജയിക്കുക തന്നെ ചെയ്യും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മളെ തന്നെ തുടരുക. നമ്മുടെ വഴി കണ്ടെത്തുക നമ്മൾ തന്നെയാണ്. അല്ലാതെ നമ്മുടെ ഫ്രണ്ട്സുകളോ നമ്മുടെ ബന്ധക്കാരോ മറ്റോ ആരുമല്ല. നമ്മുടെ വഴി കണ്ടെത്തുന്നത് നമ്മൾ തന്നെയാണ്. ഓക്കെ, താങ്ക് യു.